ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹായ്, നമസ്കാരം. എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ മൺസൂൺ പ്ലാൻ എന്താണെന്നാണ്. അതായത് ജിയോയുടെ ഏറ്റവും പുതിയ പ്ലാനുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്ലാനിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്ലാനിൻ്റെ ജിയോയുടെ മൺസൂൺ പ്ലാൻ അത് അനൗൺസ് ചെയ്ത പാടെ നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ആദ്യം പറയാനുള്ളത്, പലർക്കും ഇപ്പോഴും ജിയോയുടെ പ്ലാൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ റീചാർജിൻ്റെ മൂല്യം എന്ന് തീരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതെങ്ങനെ നമുക്കറിയാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മൈ ജിയോ എന്ന് പറയുന്ന ആപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. മൈ ജിയോ ആപ്പ് ഭയങ്കര ഫെമിലിയർ ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് നമ്മൾ ചെയ്ത 99, അതായത് പ്രൈം റീചാർജ് പ്ലസ് നമ്മളൊരു റീചാർജ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാലിഡിറ്റി എന്ന് തീരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ധാരണ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു മൈ ജിയോ ആപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക നമ്മളെ ഫോണിനകത്തേക്ക്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങളെല്ലാം അലോ ചെയ്യുക. അങ്ങനെ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് അതൊന്നെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസർ ID പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിം വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിനകത്ത് ഒരു 3 ലൈന്, അവിടെ ചെറിയ ലൈന് കാണാം ഓപ്ഷൻ പോലെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈ പ്ലാൻസ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ നമ്പറിൽ നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആ നമ്പറിൽ ഏതൊക്കെ പ്ലാനുകളാണ് ആക്ടിവേറ്റഡ് ആയി കിടക്കുന്നത്, അതിൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കാണാം. അതിലിപ്പോൾ പ്രൈം റീചാർജ് ചെയ്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രൈം റീചാർജിൻ്റെ ഡീറ്റെയിൽസും, തൊട്ട് മുകളിൽ ഏത് പ്ലാനാണോ ആ ഫോണിനകത്ത് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സിമ്മിൽ റൺ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ടാവും. തിരിച്ചു വരാൻ ജിയോയുടെ പുതിയ പ്ലാൻ മൺസൂൺ പ്ലാനിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് സ്പെഷ്യൽ റീചാർജുകളാണുള്ളത്. അതിൽ എല്ലാ റീചാർജ് ചെയ്താലും കോള് അൺലിമിറ്റഡ് ആണ്, അതുപോലെ SMS-ഉം അൺലിമിറ്റഡ് ആണ്. പക്ഷേ 149 രൂപയുടെ റീചാർജ് ചെയ്താൽ അതിൽ SMS ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. അതാണ് ഒരു എക്സെപ്ഷൻ കേസ് പറയാനുള്ളത്. പിന്നെ അതുപോലെ 99 രൂപയുടെ പ്രൈം റീചാർജ് ചെയ്ത ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ലഭ്യമാവുക, ഈ ഓഫർ ചെയ്യാൻ അവസരമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രൈം റീചാർജ് അല്ലെങ്കിൽ പ്രൈം മെമ്പേഴ്സിന് മാത്രമേ ഈ പറഞ്ഞ എല്ലാ റീചാർജുകളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ജിയോ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 19 രൂപ മുതൽ 149 രൂപ വരെയുള്ള റീചാർജുകൾ പഴയ അതേ ഓഫറിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതായത് പുതിയ മൺസൂൺ ഓഫറിൽ അതിന് കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അതുപോലെ 309 രൂപ മുതലുള്ള ഓഫറുകൾ, അതായത് 309 രൂപ മുതൽ 509 രൂപ വരെയുള്ള ഓഫറുകളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള ശേഷമുള്ള ഓഫറുകൾ, അതായത് 999 രൂപ മുതൽ 9999 രൂപയുള്ള ഓഫറുകളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് കാര്യമായി ഒരു പോപ്പുലർ റീചാർജുകളല്ലാത്തത് കൊണ്ട് നമുക്കത് അതിൽ കൃത്യമായിട്ട് നോക്കണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 109 രൂപയുടെയും 309 രൂപയുടെയും 349 രൂപയുടെയും 399 രൂപയുടെയും അതുപോലെ 509 രൂപയുടെയും റീചാർജുകളെ പറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, 309 രൂപയുടെ റീചാർജ് 56 ദിവസമാണ് വാലിഡിറ്റി. അതുപോലെ 349 രൂപയുടെയും ഒപ്പം 509 രൂപയുടെയും 56 ദിവസമാണ് വാലിഡിറ്റി കൊടുത്തിട്ടുള്ളത്. പക്ഷേ 399 രൂപയുടെ ഓഫറിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് 84 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി കൊടുത്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പോപ്പുലറായി റീചാർജ് ചെയ്യാൻ പോകുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഈ 399 രൂപയുടെ റീചാർജ് തന്നെ ആയിരിക്കും. അതിന് വേറെ റീസണും കൂടെ ഉണ്ട്. നമ്മൾ 309 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ദിവസം 1 GB എന്നുള്ള രീതിയിൽ 56 GB നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 349 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 56 ദിവസം വാലിഡിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് 10 + 10 GB ആണ് യൂസ് ചെയ്യാൻ കഴിയുക. അതായത് ഈ 10 GB എന്ന് പറയുന്നത് ഒരു മാസത്തേക്കും അടുത്ത 10 GB അടുത്ത മാസത്തേക്കും എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീണ്ടും 399 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 84 ദിവസം 84 GB ഓരോ ദിവസം വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിലൊരു ദിവസമായിരിക്കും 1 GB യൂസ് ചെയ്യാൻ കഴിയുക. അതുപോലെ 509 രൂപയുടെ റീചാർജ് ചെയ്താൽ 56 ദിവസം നിങ്ങൾക്ക് 2 GB ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ടോട്ടൽ 112 GB നമുക്ക് യൂസ് ചെയ്യാം. ഈ പറയുന്ന എല്ലാ ഓഫറുകളിലും ഫ്രീ കോളും ഫ്രീ SMS-ഉം ഉണ്ട്. അതുപോലെ ജിയോ ആപ്സും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിലുള്ള ഒരു പലർക്കും സംശയം തോന്നി ഒരു ഓഫർ എന്ന് പറയുന്നത് 349 രൂപയുടെ ഓഫറാണ്. അതായത് 56 ദിവസമുള്ള
എന്നാൽ 10 GB പ്ലസ് 10 GB എന്ന് പറയുന്ന ഒരു ഡാറ്റ നൽകുന്ന ഒരു ഓഫർ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് 350 രൂപയുടെ അല്ലെങ്കിൽ 399 രൂപയുടെ റീചാർജ് ചെയ്ത് ഒരു ദിവസം 1 GB എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് പോകുന്ന സമയത്ത് അയാൾ ഈ പറയുന്ന 349 രൂപയുടെ റീചാർജ് ചെയ്താൽ ഓരോ ദിവസത്തെയും 1 GBക്ക് ശേഷം ഈ പറഞ്ഞ 10 GBയിൽ നിന്നായിരിക്കും ഡാറ്റ കൺസ്യൂം. ആ ദിവസത്തെ 1 GB കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്പീഡ് കുറയാതെ തന്നെ 4G ഡാറ്റയിൽ നമുക്ക് ആ 10 GBയിൽ നിന്നും ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും. ഈ 10 GB എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം തന്നെ ഉപയോഗിച്ച് തീർക്കാം, അല്ലെങ്കിൽ ഒരു മാസം വെച്ച് ഉപയോഗിച്ച് തീർക്കാം. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ലിമിറ്റേഷൻ കാര്യങ്ങളൊന്നുമില്ല. 10 GB ആണ് നമുക്കൊരു മാസത്തേക്ക് തന്നിട്ടുള്ളത്. പലരും ഒരുപക്ഷെ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഇതായിരിക്കാം, 309 രൂപയുടെ ഓഫർ പ്ലസ് 349. അങ്ങനെ ചെയ്താൽ ഒരു ദിവസം 1 GB പ്ലസ് 10 GB നമുക്ക് ഈ 1 GB ഒരു ദിവസത്തെ ക്യാപ്പ് കഴിഞ്ഞാൽ അതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇതും എത്രത്തോളം പോപ്പുലർ ആവുമെന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഈ പറഞ്ഞ മൺസൂൺ പ്ലാനുകൾ ഏറ്റവും പോപ്പുലർ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് 399 രൂപയുടെ തന്നെയാണ്. കാര്യം അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാലിഡിറ്റിയാണ്. 84 ദിവസമുണ്ട്. ഒപ്പം 1 GB പെർ ഡേ എന്ന് പറയുന്ന ഓഫറും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണ്. ആപ്സ്, SMS, ഡാറ്റ അങ്ങനെയെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി പറയാനുള്ളത്, ഈ ഓഫറുകൾ ജിയോ ആയതുകൊണ്ടും നമ്മുടെ ചാനൽ തന്നെ നമ്മൾ പലപ്പോഴും ജിയോയുടെ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് പോലെ ജിയോ ഒരു പക്ഷേ ഈ ഒരു പറഞ്ഞ പ്ലാനുകൾ റിവൈസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് വേറെ കമ്പനികൾ അവരുടെ പുതിയ ഓഫറുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കോമ്പറ്റീറ്റർ ആയിട്ടുള്ള എയർടെൽ അല്ലെങ്കിൽ ഐഡിയ, വോഡാഫോൺ ഇവരൊക്കെ ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഓഫറുകളുമായി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ജിയോ ഈ ഓഫറുകൾ പിൻവലിച്ച് കൂടുതൽ അഡീഷണൽ ഒരു ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പക്ഷേ അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വാലിഡിറ്റി നോക്കുമ്പോൾ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പറഞ്ഞ റീചാർജുകൾ ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ മാസം 16-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി നിങ്ങൾക്ക് വാലിഡിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡേറ്റിന് ശേഷം ഒരു മാസം കൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അറിയാം, പഴയ റീചാർജ് അല്ലെങ്കിൽ പഴയ ജിയോയുടെ ഓഫർ വന്ന സമയത്ത് ചില പ്ലാനുകളിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മന്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനും കൂടെ കിടക്കുന്നുണ്ട്. സോ അത് നിലവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അത്തരത്തിലൊരു പ്ലാന് ബാലൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക. അതിന് നമ്മുടെ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച ആപ്പ് മൈ ജിയോ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് വെബ്സൈറ്റും അതുപോലെ റീറ്റെയിലറുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ജിയോ വാർത്തകൾക്കും ടെക്നോളജി സംബന്ധമായിട്ടുള്ള എല്ലാ മലയാളം വീഡിയോസിനും വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഓഫറുകളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓഫർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓഫർ ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇതിലെ പ്ലാൻ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.